എല്ലാവർക്കും നമസ്കാരം. സുഹൃത്തുക്കളെ, ഞാനിന്ന് കാണിക്കുന്നത് കർപ്പൂര മരമാണ്. ഞാൻ എപ്പോഴും വീഡിയോ ചെയ്യുന്ന എൻ്റെ അടുത്ത് നിൽക്കുന്നതാണ്. യൂട്യൂബിൽ നിന്നും മറ്റേ വേറെ എവിടെ നിന്നൊക്കെ എടുത്തിട്ടല്ല ചെയ്യുന്നത്. നമ്മളങ്ങനെ കൃഷി ഓരോ വീട്ടിലും ഇങ്ങനത്തെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ് ഔഷധ സമിതിയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ജീവകാരുണ്യ പ്രവർത്തനമാണ്. എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ശബരിമലയ്ക്ക് അയ്യപ്പന്മാർ പോകുമ്പോൾ തന്നെ ഒരു സംഭവമാണ് കർപ്പൂരം. ഈ കർപ്പൂരം എന്തിനു ഉപയോഗിക്കുന്നു, എന്താണ് അതിൻ്റെ ഗുണം തന്നെ നമ്മൾ പഠിക്കണില്ല. വിദേശികളാണ് ഇതൊക്കെ പഠിക്കുന്നത്. അവർക്കിതിൻ്റെ ഔഷധ ഗുണം അറിയും. അവരത് അവിടെ നാട്ടിലുണ്ടാവുന്നില്ല. നമ്മളിവിടെ ഉണ്ടാവുന്നത് നമ്മൾ ഉണ്ടാക്കാനും തയ്യാറല്ല. അതിന് നമ്മളെ നാട്ടിൽ നിന്ന് നമുക്കൊരു പ്രോത്സാഹനം കിട്ടുന്നില്ല. ഞാൻ പൂന്താനം ഇല്ലത്തൊരു കർപ്പൂരം, ഇത് ഒറിജിനൽ കർപ്പൂരമാണ്, മറ്റത് വേറൊരു സൈസ് കർപ്പൂരമാണ്. ഞാൻ പൂന്താനം ഇല്ലത്ത് നട്ടു. കുറച്ച് വലിയ മരമായിട്ടുണ്ട്, കുറച്ച് വലുതായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും എൻ്റെ ഒരു വീഡിയോ എടുക്കാം. ഇനി ഇതിൻ്റെ ഏതൊക്കെ ഭാഗത്ത് ഇതിൻ്റെ ഔഷധ ഗുണങ്ങളിലേക്ക് നോക്കാം. അതേപോലെ ഇതിൻ്റെ തൈലം ഊറുന്നത് ഏതൊക്കെ ഭാഗത്താണെന്ന് നോക്കാം കേട്ടോ. ഇതിൻ്റെ ഈ ഇലയുടെ ഇവിടെയാണ് ഇതിലെ ഒരു മഞ്ഞ നിറത്തിലാണ് ഇതിൻ്റെ തൈലം ഉണ്ടാവുക. പിന്നെ ആ മഞ്ഞ നിറത്തിലുള്ള തൈലം ഇങ്ങനെ വന്നിട്ട് ഇത് ഇങ്ങോട്ട് ഒരു ചെറിയ കട്ടമായിട്ട് വരും. അത് ഇതിൻ്റെ ഈ സന്തുക്കളിലൊക്കെ ഇതിങ്ങനെ തന്നെയാണ്. ഈ ഗോപിചന്ദനാദി സംഗതിയിൽ ഗുളികയൊക്കെ ഉണ്ടാക്കുന്നതിൽ ഇത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പിന്നെ കർപ്പൂരാദി തൈലം ഉണ്ടാക്കുന്നത്, കഠിനമായ ചുമ, ശ്വാസമുട്ട് ഇതിന് വളരെ നല്ലതാണിത്. അത് മയിൽപ്പീലി ചുട്ട ഭസ്മത്തിലുമായി ബന്ധപ്പെട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾ ഔഷധ ഗ്രൂപ്പ് പറയുന്നില്ല. കാരണം ഔഷധങ്ങളുടെ ഗുണമാണ് പറയുക, ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ് അല്ല അത്. പിന്നെ തലവേദനയ്ക്ക് വെള്ളം ചൂടാക്കിയിട്ട് ഇത് കഴിക്കാൻ പറ്റും. നീരിറക്കത്തിന് ഉപയോഗിക്കാം. സന്ധികളിലെ നീരിന് ഇത് അരച്ചിടാൻ പറ്റും. അപസ്മാരത്തിനിത് നസ്യം ചെയ്യുന്നൊരു പരിപാടിയാണ്. ഇതൊക്കെ ക്ലിനിക്കിൽ നിന്ന് കൊടുത്ത പരിചയം കുറേശ്ശെ ഉള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. നടുവേദനയ്ക്ക് വെള്ളം ചൂടാക്കിയിട്ട് കീഴി പിടിപ്പിക്കാം. പ്ലീഹ രോഗത്തിന് നല്ലതാണ്. ഓസിമം ഐറ്റത്തിൽപ്പെട്ട ചില മരങ്ങളിൽ നിന്ന് ഇങ്ങനെ കർപ്പൂരം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഹോമിയോപ്പതിയിലും ആലോപ്പതിയിലും ആയുർവേദത്തിലും കൂടി കണ്ടിന്യൂ ആയിട്ട് പോകുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ഇതിൻ്റെ. പിന്നെ ഹിസ്റ്റീരിയ എന്ന രോഗത്തിന് നല്ലതാണ്. വയറിളക്കം നിർത്താനുള്ള മരുന്നിലും ഇത് ഒരു ചേരുവയാണ്. ഞരമ്പ്, വലിവ്, വേദന എന്നിവയിൽ ഇത് നല്ലൊരു മരുന്നാണ്. തൊലിപ്പുറത്ത് കാണുന്ന ചൊറിച്ചിൽ, ചില ആളുകൾക്ക് ഭയങ്കര ചൊറിച്ചിലുണ്ടാവും തൊലിപ്പുറത്ത്. അത് ചില ഇൻഫെക്ഷൻ മൂലം വരുന്നതാണ്. അതിനും തന്നെ ഇത് നല്ല റിസൾട്ടാണ്. പിന്നെ മാർക്കറ്റിൽ കൃത്രിമ കർപ്പൂരം, അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന കർപ്പൂരമൊക്കെ ഈ ജർമ്മനിയാണ് ആദ്യം ഈ കർപ്പൂരവുമായി ബന്ധപ്പെട്ട് രംഗത്ത് ലോകത്തുണ്ടായിരുന്നത്. പിന്നെ അത് അമേരിക്കയിൽ നിന്നാണ് വരുന്നത്. അതൊക്കെ ഒറിജിനൽ മരമല്ല. അത് ശരിക്കും പറയുകയാണെങ്കിൽ കൃത്രിമ കർപ്പൂരമാണ്. പിന്നെ ശരീരത്തിൻ്റെ വേദനയുടെ ഉള്ള ഭാഗങ്ങളിൽ ഈ കർപ്പൂരാദി തൈലം പൂശിയാൽ നല്ല സമാധാനമാണ് ഉണ്ടാകുന്നത്. പക്ഷേ അതൊക്കെ തന്നെ കർപ്പൂരം വാങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഒറിജിനലല്ല എന്നാണ്. ഇപ്പോൾ ഞാൻ പൂന്താനമില്ലത്ത് നമുക്ക് അതിൻ്റെ കായ ചുട്ടിട്ട് അതിൻ്റെ പുക ശ്വസിക്കുകയാണെങ്കിൽ പിന്നെ അണുക്കളൊക്കെ നിർവീര്യമാവും. പഴയ കാലത്ത് നമ്മൾ മരിച്ച വീടുകളിലും അതുപോലെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ സുഹൃത്തുക്കളൊക്കെ തന്നെ ഉപയോഗിച്ചിരുന്ന സംഭവമാണ്. ഇത് പുകച്ച് കഴിഞ്ഞാൽ അന്തരീക്ഷത്തിലെ അണുക്കൾ നിർവീര്യമാവുന്നതാണ്. പഴയ കാലത്ത് കുരിപ്പ് എന്ന് പറഞ്ഞിട്ട് രോഗം, അതിന് കുരിപ്പ് എന്നാണ് പച്ച മലയാളത്തിൽ പറയാം. ആ സംഭവം അന്ന് ആ വീടിൻ്റെ അടുത്ത് കൂടി ഒന്നും പോകില്ല. അപ്പോൾ അത് അന്ന് പിന്നെ നമ്മൾ ഉപയോഗിച്ചിരുന്നത് ഈ ഒരു സംഭവം പുകക്കുക എന്നുള്ള ട്രീറ്റ്മെൻറ്റ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെ മഹത്വമായ പാരമ്പര്യ വൈദ്യം നിങ്ങൾ പഠിക്കണം, അത് മനസ്സിലാക്കണം. അതൊരാളുടെയും കുത്തകയല്ല, നമ്മളെ നാടിന് ആവശ്യമാണിത്. ഓക്കെ.